കുറച്ച് വെള്ളം എടുത്തേ. ചെറുപ്പകാലത്ത് പ്രണയിക്കാത്തവർ ചുരുക്കം. പക്ഷേ മുതിർന്ന് സ്വന്തം ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതൊക്കെ ഓർമ്മയുടെ ഓരത്തേക്ക് അങ്ങ് മാറിപ്പോവും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് വീണ്ടും തലപൊക്കും. ചിലപ്പോ അടുത്തിടപഴകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിച്ച് ഒരേ സ്ഥലത്ത് ജോലിക്ക് എത്തുമ്പോൾ. ഞാൻ ഇന്നലെ അവരെ കണ്ടിരുന്നു. അത് ദോഷമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും ചില ദോഷങ്ങൾ കണ്ട കുറ്റം പറയാനും പറ്റില്ല. രഞ്ജിത്ത്, എന്താ രഞ്ജിത്ത്? ഇവിടെ സാരംഗ് വന്നിരുന്നോ? ഇല്ല. യദു ഇവിടെ വന്ന് സംസാരിച്ച ശേഷം സാരംഗും താനും തമ്മിൽ കണ്ടിരുന്നോ? ഇല്ല. രഞ്ജിത്ത് എന്താ ഇങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല. രഞ്ജിത്ത്, കുറെ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തത് മൈഥിലിക്കും സാരംഗിനിടയിൽ എന്ത് സംഭവിച്ചു എന്നാ. ആ വീട്ടിലുള്ളവർക്ക് അതിന് ഉത്തരവില്ലായിരുന്നു, നമുക്കും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മളും അതുപോലെയായി. കാരണങ്ങളൊന്നുമില്ലാതെ ഒരു വലിയ അകലം. ഇതും അങ്ങനെ തുടർന്ന് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? അനാമിക, ദാമ്പത്തിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭദ്രത എന്താണെന്നറിയോ? രണ്ടുപേർ തമ്മിലുള്ള സുതാര്യത എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം തുറന്നു പറയുന്നു എന്നുള്ള വിശ്വാസം. അതെവിടെയെങ്കിലും വെച്ച് ഡ്രോപ്പ് ആയാൽ അതിന് പകരം വരുന്നത് മൗനമാണ്. സംസാരം നിൽക്കും, അത് സ്വാഭാവികം. ഞാൻ എന്ത് മറച്ചു വച്ചുന്നാ? താൻ പൂർണ്ണമായും ശരിയാണെന്ന് തനിക്ക് ബോധ്യമുണ്ടോ? ഉണ്ട്. അപ്പൊ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ധരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ലാന്ന് മനസ്സിനോട് പറയണം. എന്നിട്ട് അടി ഉറച്ചു നിൽക്കണം. രഞ്ജിത്തിനെ ഞാൻ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല. എന്നെ സാരംഗിനെ ചേർത്ത് എന്തെങ്കിലും കഥകൾ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. സാരംഗിന്റെ കാര്യത്തിൽ രഞ്ജിത്തിന് നല്ല കോംപ്ലക്സ് ഉണ്ട്. പക്ഷെ എന്റെ മനസ്സൊരിക്കലും കൈവിട്ട് പോയിട്ടില്ല. എന്റെ ആഗ്രഹങ്ങള് രഞ്ജിത്തിന് പുറത്ത് പോയിട്ടുമില്ല. എന്റെ സൗഭാഗ്യങ്ങളിൽ ഞാൻ സംതൃപ്തയുമാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരാൾക്ക് ആശ്വസിക്കാൻ ഇതൊക്കെ ധാരാളം. രഞ്ജിത്ത്, പ്ലീസ് എന്നെ ഇങ്ങനെ കൊല്ലാകൊല ചെയ്യരുത്. അനാമിക, നമുക്ക് ശബ്ദം വേണ്ട. നമുക്കിടയിൽ സൈലൻസ് ഒരു അലങ്കാരമായി കിടന്നോട്ടെ. അത് ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നുന്നതുവരെ. രഞ്ജിത്ത്, അവസാനം ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. അതിന് നമ്മൾ തമ്മിൽ മത്സരമുണ്ടോ? അറിയില്ല ആരാദ്യം ചെയ്തു പോകുന്നു. ഇല്ല, വൈകില്ല. ഞാൻ ഏകദേശം ഒരു 15 minutes. ഓക്കെ ഓക്കെ. സാരംഗ്, എനിക്ക് കുറച്ച് സംസാരിക്കണം. പറഞ്ഞോളൂ. അല്പം സീരിയസ് ആണ്. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ കേട്ടോളാം. എന്താടോ? നമ്മളെ രണ്ടുപേരെ അറിയാവുന്നവര്, നമ്മുടെ കുടുംബത്തിന് ഇതിനു മുമ്പ് അറിയാവുന്നവര്, എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുക ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് എത്ര കാലം ഒളിച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഈ അവഗണനയുടെ കാരണം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഐ ക്യാൻ മാനേജ് ഇറ്റ്. സാരംഗ് എന്തോന്നും പറയാത്തത്? ഈ ചോദ്യങ്ങള് പലവട്ടം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാണല്ലോ. കാരണം ചോദിക്കരുതെന്ന് സാരംഗ് പറഞ്ഞു. പക്ഷെ അത് എത്ര നേരം, എത്ര ദിവസം? സാരംഗ്, ഞാനൊരു മനുഷ്യജീവിയാണ്. എന്റെ അച്ഛൻ നിങ്ങളെ വിളിച്ച് സംസാരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സന്തോഷവനായ ഭർത്താവിനെ പോലെ നിങ്ങൾ പെരുമാറുക. ഫോണിൽ അച്ഛൻ എന്നോട് പറഞ്ഞത് അവൻ വലിയ സന്തോഷത്തിലാണല്ലോ എന്നാ. പക്ഷെ അതിന്റെ യഥാർത്ഥ അവസ്ഥ എന്താ?
അച്ഛനെ അത് അറിയിക്കണമെന്നാണോ? നോ, അച്ഛനോടൊന്നും പറയരുത്. അച്ഛനത് താങ്ങാൻ പറ്റില്ല. സാരംഗ്, ഹസ്ബൻഡ് വൈഫ് എന്നുള്ള നിലയിലല്ലാതെ എന്നെ വെറും ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കാണാ. എന്താ എൻ്റെ അവസ്ഥ? ചെയ്ത കുറ്റം അറിയില്ല, പക്ഷെ ശിക്ഷയുടെ അളവ് ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുക. മനുഷ്യനാണ്, തെറ്റുപറ്റാം. ചില ചിന്തകൾ ചിലപ്പോൾ നമ്മളെ ചിലയിടങ്ങളിൽ കൊണ്ട് ചെന്നെത്തിക്കും. സാരംഗിന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടോ? What do you mean? ഞാൻ ഒരുപാട് യോഗ്യതയുള്ളവളായിട്ടൊന്നും സ്വയം സങ്കല്പിക്കുന്നില്ല. സാരംഗിന്റെ മനസ്സിൽ എനിക്കുള്ള മാർക്ക് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. എന്നെക്കാൾ മികച്ച ആരെങ്കിലും ഇല്ലീഗൽ റിലേഷൻ ഉദ്ദേശിച്ചത് അതല്ലേ? അങ്ങോട്ടൊക്കെ നമ്മൾ കടക്കണോ മൈഥിലി? താൻ പറഞ്ഞ ഒരു കാര്യം ശരിയാ. ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. തൽക്കാലം പരിക്കുകളില്ലാതെ പോകുന്നവരെ പോട്ടെ. സാരംഗ്, ഐ എം റിയലി സോറി. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. സമയം തെറ്റിക്കാറില്ല, വാക്കും. കുട്ടിച്ചൻ, അപ്പൂപ്പ. ആ, കൂടെ പഠിക്കുന്ന 4-5 കുട്ടികൾ ഇങ്ങനെ പോകുന്നു കണ്ടു. പിന്നെ സംശയമായി രണ്ടാൾ ഇന്ന് വന്നിട്ടില്ലേ എന്ന്. ഇവന് കുറച്ച് നോട്ട്സ് കൊടുക്കണ്ടായിരുന്നു അപ്പൂപ്പ. ആ. അതാ വൈകിയത്. യദുക്കുട്ടാ, എന്താ അങ്ങോട്ടൊന്നും കാണാത്തത്? അമ്മൂമ്മ എപ്പോഴും യദുക്കുട്ടനെ അന്വേഷിക്കുന്നുണ്ട്. ഒന്നുമില്ല. എന്തു പറ്റി? എന്റെ കുട്ടിക്ക് എന്താ മുഖത്തൊരു വാട്ടം? ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? കഴിച്ചു. ചേച്ചി ഞാൻ പോട്ടെ. നിക്കടാ, ഒന്നിച്ചു പോവാം. ഈ ആൺകുട്ടികളെ വലുതായി വലുതായി വരുമ്പോ പെട്ടെന്ന് കയറി ഗൗരവക്കാരാവും. ഇപ്പൊ യദുക്കുട്ടനെ കണ്ടാലേ അസല് ഗൗരവക്കാരനായിട്ട് അപ്പൂപ്പന് തോന്നുന്നത്. കുറച്ചു നാൾ കഴിഞ്ഞ് ഈ മുഖത്തൊരു മീശയും കൂടി മുളച്ചു കഴിയുമ്പോ നീ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കുമല്ലോടാ. എനിക്ക് വീട്ടിൽ പോണം. എന്നാ നടന്നോ. യാമോളെ, പ്രശ്നങ്ങളൊന്നും ഒതുങ്ങിയില്ല അല്ലേ? ഇല്ല. യാമി മോളൊരു കാര്യം ചെയ്യണം. അമ്മ എവിടേക്കാ പോണത്, എപ്പോഴാ വരുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയണം. അതുപോലെ അമ്മയെ ആരൊക്കെ വിളിക്കുന്നുണ്ട്, അമ്മ ആരെയൊക്കെ തിരിച്ചു വിളിക്കുന്നുണ്ട്, അതിലൊക്കെ ഒരു കണ്ണു വേണം. എന്തിനാ അപ്പൂപ്പ? മോളുടെ അച്ഛന് വേണ്ടി തന്നെയാണ്. അച്ഛനെ പോലൊരു പാവം ഇങ്ങനെ സങ്കടങ്ങൾ തിന്നാൻ പാടില്ലല്ലോ. പിന്നെ മോളെ അമ്മയെ ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യം അമ്മയ്ക്ക് പിടുത്തം കൊടുക്കരുത്. അവള് മനസ്സിലാക്കിയ ഒന്നുകിൽ അച്ഛനോട് അല്ലെങ്കിൽ കുട്ടിച്ചനോട് പറയും. കേട്ടല്ലോ? സാരംഗ് എനിക്കെന്റെ സേതുവിനെ പോലെയാ. അവന്റെ മനസ്സിലൊരു വേദന വന്നാ എന്റെ സേതുവിന്റെ നെഞ്ചി തട്ടിയ പോലെയാ എനിക്ക് തോന്നുക. അപ്പൂപ്പൻ അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. മോള് കേട്ടല്ലോ? ശരി അപ്പൂപ്പ. ഇനിയിപ്പോ അമ്മയെന്ന് കുറച്ച് അകന്ന് നിന്നാലും സാരമില്ല. യാമി മോള് സ്വന്തം കാര്യം നോക്കാനുള്ള സമയമായി. എന്നാ മോള് നടന്നോ, സംസാരിച്ചെന്ന് വൈകണ്ട. അപ്പൂപ്പൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ഞാൻ പോട്ടെ. ഇത് വലുതും ആവോ? എന്നാ പിന്നെ നീ വന്ന് ചെയ്. എന്നെ ഇതിനകത്ത് കയറ്റി പൂട്ടിയിട്ടിട്ട് മണിക്കൂറുകളായി. ഇത്രയും നേരം നീ അവിടെ കയറിയിരുന്ന് ഓരോന്ന് തിന്നോണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് കയറി അഭിപ്രായം പറഞ്ഞുകൊണ്ട് വന്നാലുണ്ടല്ലോ. ആരും അറിഞ്ഞു ഞാൻ ചുമ്മാ ഇരിക്കുകയാണെന്ന്? തക്കാളി അരിഞ്ഞ ഞാനല്ലേ. സവാള അരിഞ്ഞില്ലല്ലോ. എനിക്ക് കണ്ണീര് വരും. സ്വന്തം മോളെ കരയിക്കാൻ പാടില്ലെന്ന് അച്ഛന്റെ തീരുമാനല്ലേ. ശരി, അത് കരച്ചിലിന്റെ കഥ. ആ പച്ചമുളക് ഞാനൊന്ന് അരിയാൻ പറഞ്ഞതോ?
അച്ഛൻ കൈ നീറും. ബെസ്റ്റ്. അല്ല, നീ കല്യാണം കഴിക്കുന്ന കാര്യമൊക്കെ വളരെ കേമമായിട്ട് സംസാരിക്കുന്ന കേട്ടല്ലോ. അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? അത് കഴിഞ്ഞാലേ എന്നെ കെട്ടുന്നവൻ എല്ലാം ഉണ്ടാക്കിക്കോളും. ഞാൻ ദേ ഇങ്ങനെ ഇരിക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, നല്ല പാചകക്കാരനുണ്ടോന്ന് നമുക്കൊരു പരസ്യം കൊടുക്കാം. അതിലും നല്ല വേറൊരു മാർഗം ഉണ്ട് അച്ഛാ. ഈ തനിച്ചൊക്കെ താമസിക്കുന്ന ആളുകളില്ലേ, എന്താ ഇപ്പൊ പറയാ, ഈ സാഹചര്യവശാൽ ഒറ്റയ്ക്കായി പോയ ആളുകള്, അവരാവുമ്പോഴേ കുഞ്ഞു പ്രായത്തിൽ തുടങ്ങി എല്ലാ പണികളും ശീലിച്ചിട്ടുണ്ടാവും. നന്നായിട്ട് പാചകം ചെയ്യും, വീട് നന്നായിട്ട് സൂക്ഷിക്കും. അങ്ങനെ ഒരാളെ നോക്കിയാ പോരെ? ഇങ്ങനെ ചുറ്റി വളഞ്ഞ് എത്തിക്കുന്നത് കാണുമ്പോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാനൊരു പൊതു പ്രശ്നം പറഞ്ഞേ ഉള്ളൂ. അച്ഛനൊന്ന് ഇളക്ക്, അല്ലെങ്കിൽ കരഞ്ഞു പോവും. ഓ, അത്തരം ചില വാക്കുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വേണം. ഇവിടെ കയറിയത് നിയന്ത്രിക്കണമെങ്കിലേ അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിഞ്ഞിരിക്കണം. അത് വേണ്ടോ? എന്തിനാ? ഒരു പീസ് ഇട്, ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. എന്റെ അമ്മ തീരെ ലക്കിയല്ല കേട്ടോ. എന്തു പറ്റി? അല്ല, ഇത്ര നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന, ഇത്ര നന്നായിട്ട് കുടുംബകാര്യങ്ങൾ നോക്കുന്ന ഒരാളെ സംസാരിച്ചും ഭരിച്ചും എത്ര കാലം ജീവിക്കേണ്ടതായിരുന്നു. പോടി പോടി, നിന്റെ അമ്മയുള്ള കാലത്തെ എന്നെ അടുക്കളയുടെ 7 അയലത്ത് വരാൻ സമ്മതിക്കത്തില്ല. കട്ടൻ ചായ കുടിച്ച് ആ ഗ്ലാസ് ഞാനെടുത്ത് കഴുകിയെന്ന് പറഞ്ഞാൽ അതിന് മുഖം വീർപ്പിക്കുന്ന ആളാ. അതൊക്കെ എന്റെ ചുമതലയാണെന്ന് പറയും. അതെ, ഇനി വിഭവങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇപ്പൊ തന്നെ വരുന്ന 2 പേരെ കൊണ്ട് തിന്നു തീർക്കാൻ പറ്റാത്ത അത്രയായി. ഇനിയിപ്പോ വേണമെങ്കിൽ ഒരു ഗ്രീൻ സാലഡ് കൂടി ആവാം. ഐസ്ക്രീം നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ നീ ഗ്രീൻ സലാഡിന്റെ പണി നോക്കിയോ. അച്ഛാ, ഈ ഗ്രീൻ സാലഡ് അരിയുന്നതും അടുക്കി വെക്കുന്നതും ഒക്കെ ഒരു കലയാ. അതിങ്ങനെ പ്ലേറ്റിലിരുന്ന് മിന്നണം, നമ്മളെ കൊതിപ്പിക്കണം. ചെയ്തോ ചെയ്തോ. അല്ല, എനിക്കത്രയും സൂക്ഷ്മതയില്ല, പക്ഷെ അച്ഛൻ ചെയ്താ കിടുക്കും. ഞാൻ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇറങ്ങി പോവേ. മിസ്റ്റർ രംഗനാഥൻ, ഇതൊക്കെ ഒരു ചെറിയ കാര്യല്ലേ. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്ത് ദാന്ന് പറഞ്ഞ് അരിഞ്ഞു വെക്കാനുള്ളതല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് 1-2 മണിക്കൂർ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ ബുദ്ധിമുട്ടിക്കേയില്ല. എന്തേ? നിന്നെ മേയ്ക്കാൻ വരുന്നവനെ എവിടെയാണോ എന്തോ. എന്റെ മരുമോൻ എന്തായാലും കുറച്ച് കഷ്ടപ്പെടും. അതൊന്നും ഇല്ലെന്നേ. ഇച്ചിരി ബുദ്ധിമുട്ടിച്ചാലും അവസാന റൗണ്ട് സ്നേഹത്തിൽ പൊതിഞ്ഞ് ഞാനങ്ങ് കുപ്പിയിൽ ഇറക്കത്തില്ലേ. അയാള് പോയോ? പോയി മാം. അയാൾ എന്ത് മനുഷ്യനാ. ICU കിടക്കുന്ന പേഷ്യന്റിനെ കൊണ്ട് വിൽപത്രത്തിൽ ഒപ്പിടിക്കാന്നൊക്കെ പറഞ്ഞ. അങ്ങനെയാ ലോകം. മരണത്തിൽ പോലും ലാഭത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അയാൾ ഇനിയും വരുന്നും പറഞ്ഞ പോയിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഗുണ്ടകളെയും കൂട്ടി വരുവാവോ? ഇപ്പൊ എന്ത് വൃത്തിയായിട്ട കാര്യത്തിന് വിളിച്ചാലും കൂടെ ചിലര് കാണുമല്ലോ. വരട്ടെ. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ പേഷ്യന്റിനെ ഇനി കാണിക്കില്ല. പിന്നെ ഇന്നലെ സ്നേഹയുടെ വീട്ടിൽ ഡിന്നർ പറഞ്ഞിരിക്കുന്നത്. അതെ, നമുക്ക് എപ്പോ ഇറങ്ങാൻ പറ്റും? ഞാൻ വന്നില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? എന്തു പറ്റി മാം? അല്ല, മക്കളെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. സാരംഗ് വിളിച്ചു പറഞ്ഞു. ഒഴിവാക്കാൻ പറ്റില്ല മാം. സ്നേഹിക്കാൻ നല്ല വിഷമാവും. അവളെ അരുണൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ നാളെയോ അടുത്ത ദിവസമോ അവളുടെ അച്ഛനെ ചെന്ന് കണ്ടോളാം. മാഡത്തിന് ഒഴിവില്ലാന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്ത് പറയാനാ? എന്നാ പിന്നെ ഞാൻ കൂടി ഒഴിവാവാം. അയ്യോ, അത് വേണ്ട. സത്യത്തിൽ ഈ ഡിന്നറിന്റെ ഉദ്ദേശം തന്നെ അരുണിനെ അവളുടെ അച്ഛന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാന്നുള്ളതാ. അത് നടക്കട്ടെ. അല്ല, അവളുടെ കൂടെ അവളുടെ അച്ഛനുണ്ട്. എനിക്ക് ആരും കൂടിയില്ലല്ലോ. ദേ അരുൺ, അങ്ങനെ സംസാരിക്കാതെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ സ്നേഹയെ വിളിക്കാം. എന്തൊരു കോയിൻസിഡൻസ്. സ്നേഹയാ. സ്നേഹ, എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഞാനേ അരുണിനോട് ഇപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. വീട്ടിൽ നിന്ന് എല്ലാരും കൂടെ ഒരു സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചിരിക്കുക. സാരംഗ് പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാ. ഞാനിന്ന് വന്നില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? പിന്നെ എന്ത് കുഴപ്പം? പിന്നെ മാഡത്തിന്റെ ഹോസ്പിറ്റലിൽ ഒരു പെണ്ണ് വന്ന്
എന്തോ പ്രശ്നം ഉണ്ടാക്കിന്നോ റിസപ്ഷനിലെ സാധനങ്ങളൊക്കെ തല്ലിപ്പൊളിച്ചെന്നോ കേട്ടല്ലോ. ഏ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലേ ഉണ്ടാവും. ആ വരാൻ പോകുന്ന പെണ്ണ് ഞാനാ. ഞാൻ ആ ഹോസ്പിറ്റൽ മൊത്തം തല്ലി തകർക്കും, വാർത്തയാവും. എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറയും ഡോക്ടർ മൈഥിലി എന്നെ പറഞ്ഞു പറ്റിച്ചതിന്റെ പ്രതികാരമാണ്. സ്നേഹ, ഞാൻ ചെയ്യുന്നു പറഞ്ഞാ ചെയ്യും. വേണമെങ്കിൽ അരുണിനോട് ചോദിച്ചാ മതി. ദേ വെറുതെ കളിക്കല്ലേ. ഞാനിവിടെ സകല തയ്യാറെടുപ്പ് നടത്തിയിരിക്കുവാ. വന്നില്ലെങ്കിലാ. എന്താ ഇപ്പൊ ഈ കുട്ടിയോട് പറയാ? ഇങ്ങോട്ടൊന്നും പറയണ്ട. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടെ രണ്ടുപേരും കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നാ മതി. വീട്ടിലെ കാര്യങ്ങൾ മാറ്റിവെക്കാൻ സാരംഗ് സാറിനോട് ഞാൻ പറഞ്ഞോളാം. നമ്പറിങ് തന്നാ മതി. അയ്യോ വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞോളാം. അങ്ങനെ വഴിക്ക് വാ. അരുണിന് ഫോൺ കൊടുക്കണോ? വേണ്ട വേണ്ട, ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യണമെന്ന് ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുത്താ മതി. എന്നാ ശരി, അടുക്കളയില്ലേ അച്ഛൻ ഒറ്റയ്ക്ക. ഞങ്ങളിവിടെ തകർത്തടിച്ച് പണി ചെയ്തോണ്ടിരിക്ക. ശരി മാഡം. എന്താ പറഞ്ഞത്? അവള് നാളെ വന്ന് ഹോസ്പിറ്റൽ തല്ലിപ്പൊളിക്കുന്നൊക്കെയാ പറയണത്. അവളായതുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കും. ആഹാ, എന്ത് സപ്പോർട്ട്. എന്തായാലും ചെന്നേക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ താങ്ക് യു മാം. പിന്നെ അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അരുണിനോടൊന്ന് പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം? എനിക്കൊന്നും അറിയില്ല. എന്നാ കുഴപ്പമില്ല, അവിടെ ചെന്നിട്ട് നോക്കാം. സർ, എന്താ? അത് ഒരു കാര്യം. പറഞ്ഞോളൂ. സാറിന് ദേഷ്യം തോന്നരുത്. കാര്യം അറിയാതെ പറയാൻ പറ്റുമോ സുമേ? പണം വല്ലതും ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ മൈഥിലിയോട് ചോദിച്ചാൽ മതിയല്ലോ. കാശിനല്ല. എന്തായാലും പറഞ്ഞോ. എനിക്ക് ചോദിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. മേഡമായിട്ട് എന്താ സാറ്? വീടങ്ങ് ഉറങ്ങിപ്പോയി. മേഡം ആയാലും സാറായാലും കുട്ടികളായാലും ഒരു കളിയും ചിരിയും ബഹളവും ഒന്നുമില്ലാതെ. എന്റെ വിഷമം കൊണ്ട് ചോദിക്കുന്നതാ സാറേ. കഴിഞ്ഞ മാസമാണോ സുമ ശമ്പളത്തിൽ എന്തോ അഡ്വാൻസ് വാങ്ങിയത്? അതെ സാറേ, ഒരു 2500 രൂപ മേഡത്തോട് വാങ്ങിച്ചിരുന്നു. അതെന്തിനായിരുന്നു? വീടിന്റെ മുകളിലേക്ക് ഒരു മരം ചാഞ്ഞു നിന്നിട്ട് അത് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോ വീട് തന്നെ തകർന്നു പോകുന്ന എല്ലാരും പറഞ്ഞു. വീട് തകരാതിരിക്കാൻ വേണ്ടി മരം വെട്ടാം. ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഭീഷണിയുള്ളത് നീക്കണം. നിലനിൽപ്പാണ് പ്രധാനം. സുമയ്ക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല സർ. സുമ ചെന്ന് സുമയുടെ ജോലി നോക്ക്. ഇത് ആർക്കും മനസ്സിലാകാത്ത ഒരു പ്രശ്നമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കട്ടെ. ഞാൻ കുന്തോ കുറുവടിയായിട്ടൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. തല്ലിപ്പൊളിക്കാനായിരിക്കും. പിന്നല്ലാതെ ചതിയും വഞ്ചനയൊന്നും ഞാൻ വെച്ച് വെറുപ്പിക്കില്ല. മതി മതി, വാ. വന്നെന്ന് പറഞ്ഞാ ഇദ്ദേഹത്തിന്റെ മെടുക്കൊന്നും അല്ല, ഞാൻ പേടിപ്പിച്ചിറക്കിയതാ. വാ മാഡം. എല്ലാം നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അച്ഛാ, ദാ അവര് വന്നു. അച്ഛനിപ്പ വരും. എന്താ പ്ലാൻ? പ്ലാനോ? എന്ത് പ്ലാൻ?